ഏത് യുദ്ധവും അവസാനിച്ചു കഴിയുമ്പോൾ എന്താണ് സാഹചര്യം എന്ന് കവി വയലാർ രാമവർമ്മ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം. കബന്ധങ്ങൾ എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്തു തുടങ്ങും. അത് മാത്രമേ സംഭവിക്കൂ. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി നമ്മുടെ കൂടെ ഒരു എഴുത്തുകാരൻ തത്സമയം ചേരുകയാണ്. ദമാമിൽ നിന്ന് മൻസൂർ പള്ളൂർ ചേരുന്നു. മൻസൂർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ശത്രു രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിന് ഇറാൻ തീരുമാനമെടുത്തതുപോലെയുണ്ട് പല രാജ്യങ്ങളെയും അവസ്ഥ കാണുമ്പോൾ. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ ദമാമിൽ നിന്ന് സംസാരിക്കുമ്പോൾ? ഗുഡ് മോർണിംഗ് എസ്. ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ ദീർഘകാലമായി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ മേഖലയോടുള്ള ആദരവും സ്നേഹവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കാജനകമായ സംഘർഷത്തിൽ അത്യധികം ഇന്ന് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരുൾപ്പെടെ എല്ലാവരുടെയും ആ ആശങ്കയിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് വെറും ഒരു യുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനെ ഒരു ഹൈബ്രിഡ് യുദ്ധം എന്ന് നമ്മൾ ഒരു പക്ഷേ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും. കക്ഷിയായി ചേർന്നിരിക്കുന്നത് 3 രാജ്യങ്ങൾ മാത്രമാണെങ്കിലും, അതായത് ഇസ്രായേൽ, US, ഇറാൻ. നേരിട്ട് ഇതിന്റെ ഭാഗമാകാത്ത പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യുദ്ധം നീളുന്നതാണ് കാണുന്നത്. ഇന്ന് ഏറ്റവും പുലർച്ചെയുണ്ടായ വാർത്ത സൗദി അറേബ്യയിൽ റിയാദിലെ US എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. മിസൈൽ ആക്രമണം ഉണ്ടായെങ്കിലും അതിന് ചെറുത്ത് മിസൈലിനെ തകർത്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ തീപിടുത്തം ഉണ്ടായതായും ഒക്കെയുള്ള വാർത്തകൾ റീട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതായി കണ്ടു. അതുപോലെ ഖത്തറിലും ഇന്ന് രാവിലെ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുവെ ദമാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് 100 കിലോമീറ്റർ മാത്രം അകലെയുള്ള രാജ്യമാണ് ബഹ്റൈൻ. ബഹ്റൈനിലാണ് അമേരിക്കയുടെ സെന്റകോം അഥവാ അവരുടെ 5th ഫ്ലീറ്റ് 5ാം കപ്പൽപ്പട ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ബഹ്റൈനിലേക്ക് ആക്രമണം ശക്തമാകുന്നത് കൊണ്ട് അവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആശങ്കാകുലരാണ്. ഇന്നലെ തന്നെ ബഹ്റൈനിൽ നിന്ന് എന്റെ ചില സുഹൃത്തുക്കൾ ദമാം വഴി നാട്ടിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ ആരായുന്നുണ്ടായിരുന്നു. അവരിൽ പലരും ദമാമിലേക്ക് വന്നുകൊണ്ട് ദമാമിൽ നിന്ന് കിട്ടാവുന്ന ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് ഓപ്പറേഷനിൽ ഉള്ളത് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വിസിറ്റ് വിസയിലൊക്കെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ പെട്ടുപോയ കുറെ ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു കാര്യം, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറുടെ ഒരു പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് അവരുടെയൊക്കെ വിസ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം. അതായത് അവരുടെ പിഴ അടയ്ക്കേണ്ടതില്ല. ഈ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ തീർന്ന് എയർ സ്പേസ് ഓപ്പൺ ആകുന്നത് വരെ അവരുടെ വിസ നീട്ടിക്കൊടുക്കുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതൊരു ശുഭകരമായ കാര്യമാണ്. എന്തൊക്കെയായി കഴിഞ്ഞാലും യുദ്ധം ഇനിയും നീളുമെന്നാണ് ട്രംപിൽ നിന്ന് കിട്ടിയ ആ പുതിയ അറിയിപ്പ് അനുസരിച്ച്. ഏതാണ്ട് 4 ആഴ്ചയോളമെങ്കിലും ഈ യുദ്ധം നീളുമെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE എക്സ്ചേഞ്ചുകൾ അടച്ചതായി പറയുന്നു. ഖത്തറിലുള്ള ഗ്യാസ് റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ റത്തനൂറ റിഫൈനറി പ്ലാന്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഊർജ്ജ മേഖലയെയും സാമ്പത്തിക മേഖലയെയും അതുപോലെ ഹോർമോസ് കടലെടുക്ക് അടച്ചതായിട്ടുള്ള വിവരം പുറത്തു വരുന്നു. ഇത് ചരക്ക് നീക്കങ്ങളെ ബാധിക്കും, എണ്ണ നീക്കത്തെ ബാധിക്കും. എണ്ണ വില കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യുദ്ധത്തിന്റെ ഈ മേഖലയെ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 രാജ്യങ്ങളെ മാത്രമല്ല, അതുമായി ചേർന്നുള്ള ഗൾഫിലെ വിവിധ രാജ്യങ്ങളെയും, അത് പിന്നീട് ഇപ്പോഴുള്ള ഇതിന്റെ പ്രതിസന്ധി ലോക രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിച്ചു കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പഴയ ചേരിചേര രംഗത്തുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ എന്നും സമാധാനത്തിന് വേണ്ടി നിന്നതാണ്. അവരുടെയൊക്കെ ശബ്ദം ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം ഇന്ത്യക്കാരായ ആളുകളാണ് ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലിയെടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്നും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭ ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടലുകളൊന്നും നടത്തി കാണുന്നില്ല. അപലപനീയമായ കാര്യങ്ങളിൽ മാറി നിൽക്കുന്നു എന്നുള്ളത് വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെ പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന പ്രവാസികൾ, ജോലി ചെയ്യുന്ന പ്രവാസികളും ആശങ്കാകുലരാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിച്ചു കാണാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അവസാനിച്ചു കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
ഓക്കെ, താങ്ക് യു മൻസൂർ പള്ളൂർ. എഴുത്തുകാരനായ മൻസൂർ നമുക്കൊപ്പം ചേർന്നത് ദമാമിൽ നിന്നാണ്. ദമാമിൽ എത്രയോ വർഷങ്ങളായി താമസിക്കുന്ന മൻസൂർ അവിടെ താമസിക്കുന്ന പ്രവാസി മലയാളികളുടെ ഹൃദയവികാരമാണ് നമ്മളുമായി പങ്കുവച്ചത്. നമുക്കറിയാം, ഈ ഗൾഫ് നാടുകളാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആധാരശില പാകിയത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന അലോസരങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.